ഞാനിപ്പോൾ നിൽക്കുന്നത് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് റെയിൽവേ സ്റ്റേഷൻ്റെ 5-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. എൻ്റെ മുന്നിൽ കാണുന്നത് എഡിൻബർഗിൽ നിന്നും ന്യൂകാസിൽ വഴി ദരം കത്തീഡ്രൽ, ദരം, അങ്ങനെ ഡോൺകാസ്റ്റർ വരെ പോകുന്ന ട്രെയിനാണ്. 6-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് അത് കിടക്കുന്നത്. ഞാൻ നിൽക്കുന്നത് 5-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമ്മുടെ ബസ്സിൻ്റെയൊക്കെ ബോർഡുകൾ പോലെ ട്രെയിനിൻ്റെ എല്ലാ സൈഡിൽ കറക്റ്റായിട്ട് അത് പോകുന്ന സ്റ്റേഷനുകളെല്ലാം ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഉള്ളൊരു സിസ്റ്റമാണ്. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ സിസ്റ്റമാണ്. കാരണം അത് ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നതെന്നും ഏതൊക്കെ സ്റ്റേഷനിലാണ് നിർത്തുന്നതെന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ട്രെയിനിൻ്റെ അകത്ത് ഇപ്പോൾ അത് കാണാൻ സാധിക്കത്തില്ല. എല്ലാ സീറ്റിൻ്റെ അവിടെ ഒരു റെഡ് ലൈറ്റും ഒരു ഗ്രീൻ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ട്രെയിനിനുള്ളിൽ കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ അത് കത്തിയിട്ടില്ല. ഞാനത് സൂം ചെയ്യുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ ലൈറ്റ് കാണാമായിരിക്കാം. കാണാൻ കഴിയുന്നില്ല. സൂം ചെയ്തിട്ടും കാണാൻ ഈ കാണുന്നതാണ്. ഈ കാണുന്ന 2 ലൈറ്റുകളാണ്. അതിൽ മുകളിൽ റെഡും താഴെ ഗ്രീനുമായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ വണ്ടി ഓഫായിട്ടത് ഉള്ളത് കൊണ്ടാണ് അത് കാണാത്തത്. അത് ബുക്ക് ചെയ്തിട്ടുള്ള സീറ്റാണെങ്കിൽ അവിടെ റെഡ് ലൈറ്റ് കത്തിക്കിടക്കും. അത് ബുക്ക് ചെയ്യാത്ത വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റാണെങ്കിൽ ഗ്രീൻ ലൈറ്റുകൾ അവിടെ കത്തിക്കിടക്കും. അപ്പം നമുക്ക് റിസർവേഷൻ ഇല്ലാതെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുന്നവരാണെങ്കിൽ നമുക്ക് ആ ഗ്രീൻ ലൈറ്റുകൾ കാണുന്ന സീറ്റുകളിൽ നമുക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. അങ്ങനെയുള്ളൊരു സിസ്റ്റം. കാരണം അതിൽ ഏതൊക്കെ സീറ്റിലാണ് ബുക്കിംഗ് ഉള്ളത് എന്നുള്ളതൊന്നും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാതെ നമുക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ ട്രാക്കിലേക്കും പ്ലാറ്റ്ഫോമിലേക്കും ഒക്കെ നോക്കിയാൽ മനസ്സിലാകുന്നത്, നമ്മുടെ നാട്ടിൽ പൊതുവേ ആളുകൾക്ക് ഈ വെള്ളം കുടിച്ചിട്ട് ബോട്ടിലും ചിപ്സൊക്കെ തിന്നിട്ട് അതിൻ്റെ കവറുകളുമൊക്കെ ട്രാക്കിലേക്കും പ്ലാറ്റ്ഫോമിലേക്കും ഒക്കെ വലിച്ചെറിഞ്ഞ് വൃത്തികേടാക്കുന്ന ഒരു സ്വഭാവം പൊതുവേ നമ്മുടെ ആൾക്കാർക്കുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ അത്ര വളരെ മനോഹരമായിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെയും ഇല്ലെന്നില്ല. ചിലരൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ വലിച്ചു. പക്ഷേ അത് ക്ലീൻ ചെയ്യാൻ എപ്പോഴും ഇവിടെ കറക്റ്റായിട്ട് ആൾക്കാരുണ്ട്. ഇത് നിങ്ങൾക്ക് കാണാം. ആ മനുഷ്യൻ്റെ കയ്യിലൊരു അന്ന് അത് പിക്ക് ചെയ്ത് ബാഗിലിട്ടു, അയാൾ പോയി. ആ പ്ലാറ്റ്ഫോമിൽ കാണുന്ന എന്തും പെട്ടെന്ന് അവരെ ക്ലീൻ ചെയ്യുന്നതായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൃത്തിയോടുകൂടിയാണ് റെയിൽവേ സ്റ്റേഷനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. ഇത് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ രാവിലെ